സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി കേരളം. സംസ്ഥാന വ്യാപകമായി LDF പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുമായിരുന്നു പ്രക്ഷോഭം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന നിരന്തര അവഗണനയ്ക്കെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാജ്ഭവൻ മാർച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തോട് ഡൽഹി ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കാണിക്കുന്ന ഏറ്റവും ഹീനമായ സമീപനം, അത് ബഡ്ജറ്റ് വന്നതോടുകൂടി തെറ്റായ സമീപനം അവർ തിരുത്താൻ ബഡ്ജറ്റിലൂടെ കാണും ശ്രമിച്ചെങ്കിലോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മട്ടിൽ ജനവിരുദ്ധമാണ് ബഡ്ജറ്റ്, കേരള വിരുദ്ധമാണ് ബഡ്ജറ്റ്, പൊതുവിൽ സംസ്ഥാനങ്ങൾക്കെതിരുമാണ് ബഡ്ജറ്റ്. ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും. ചോദിക്കുന്നത് ഔദാര്യമല്ലെന്നും അവഗണനയെ കേരളം മറികടക്കുമെന്നും കണ്ണൂരിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇവന്റെ അവഗണനയെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയും കേരളത്തിനുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്നാൽ കേരളത്തിന് തരണ്ടേ? ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ പേരുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൽ തന്നോ? ഒരു കാര്യവും കേരളത്തിനില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. പാലക്കാട് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് കേന്ദ്രത്തിന് ശത്രുതാപരമായ നിലപാടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ പുതിയ ബജറ്റിന്റെ പ്രത്യേകത തൊഴിലാളി എന്ന പദം ഉപേക്ഷിച്ചതോടൊപ്പം കേരളം എന്ന പദം പോലും കേന്ദ്ര ബജറ്റിലില്ല. കേന്ദ്ര ഗവൺമെന്റ് കുറെ വർഷങ്ങളായി തുടരുന്ന നിലപാട് കേരളത്തെ ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളതാണ്. ഈ സമീപകാലത്തുണ്ടായ പ്രകൃതി ദുരന്തം കേന്ദ്രം ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കോഴിക്കോടും പ്രതിഷേധമിരമ്പി. 13 അസംബ്ലി മണ്ഡലങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടന്നു. കേന്ദ്രം നിലപാട് തിരുത്തിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് LDF തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.